നമ്മൾ എത്രയെല്ലാം ആർ സി കാർ വാങ്ങി കഴിഞ്ഞാൽ ഈ ഓമിനി എന്ന് പറയുന്ന ഒരു അലാക്കിൻ്റെ വികാരം തന്നെ കേട്ടോ. എത്രയൊക്കെ ആർ സി കാർ കൈമലുണ്ടെങ്കിലും ഈ ഓമിനിയുടെ ഒരു ഫീൽ അത് വേറെ തന്നെ. നമ്മൾ ഇതിനു മുമ്പ് ആമസോണിൽ നിന്ന് ഒരു ഓമിനി വാങ്ങിയിട്ട് റിവ്യൂ ചെയ്തിരുന്നു. അതിനന്നേരം 2500 റുപ്യ എന്തേനും അത്യാവശ്യം ടോയ് ഗ്രേഡ് ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ 2500 റുപ്യ കൊടുത്ത് വാങ്ങാൻ മാത്രം അത് അത്ര നൈസ് അല്ല. അതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ റിട്ടേൺ അടിച്ച് പിന്നെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തെടുത്താന്ന് ഒരു പേജിൻ്റെ അകത്ത് ഈ ഒരു ഓമിനി കണ്ടത്. അപ്പം പിന്നെ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ഈ ഒരു ഓമിനി വാങ്ങി 1300 റുപ്യേൻ്റെ ഒരു ടോയ് ഗ്രേഡ് ഓമിനിയാണ് ഇത്. വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മോഡൽ നമ്പറോ പേരോ പരിപാടികളൊന്നും ഇല്ല. ഇതിൻ്റെ പെട്ടീൻ്റെ മുകളിലാണ് അവർ മറ്റേ പാർസലിംഗ് ടാബിൽ ഒട്ടിച്ച്. അതുകൊണ്ട് പെട്ടി അങ്ങനെ കാണിച്ചു തരാൻ മാത്രമൊന്നുമില്ല. പിന്നെ പെട്ടിയിൽ അങ്ങനെ കാര്യമുള്ള പരിപാടികളൊന്നുമില്ല. ഇതാണ് നമ്മളെ ടോയ് ഗ്രേഡ് ഓമിനി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു നമ്മളെ ബഡ്ജറ്റിൽ വരുന്നൊരു വണ്ടി. നമ്മൾ കമൻറ്റ് ബോക്സിൽ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് 2000 റുപ്യ 3000 റുപ്യ അതിൻ്റെ താഴെയുള്ള ആർ സി കാർസ്. നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റിൽ ഒരിക്കലും ഹോബി ഗ്രേഡ് ആർ സി കാർ കിട്ടൂല. പിന്നെ സെക്കൻഡ് ഹാൻഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി. പിന്നെ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സ്കെയിലൊക്കെ ഉള്ള ടോയ് ഗ്രേഡ് ആർ സി കാർസ് കിട്ടും. ഇതിന് വെറും 1300 റുപ്യ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു പ്രൈസിൽ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും ലുക്കും എല്ലാം ഉണ്ട് ഇതിന്. ഈ ഓമിനി എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മൈൻഡിലൊരു BGM വരാനുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതാണ് ഓമിനിയുടെ ദേശീയ ഗാനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓമിനി എനിക്ക് റിയൽ ലൈഫിൽ വാങ്ങണമെന്നുണ്ട്. ഒരു ഓമിനി ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ വീട്ടിലെത്തിക്കാൻ സഹായിക്കാം പെട്ടെന്ന്. അതുപോലെ പൈസക്കാരുടെ മക്കളെയൊക്കെ പെട്ടെന്ന് വീട്ടിലെത്തിക്കാൻ സുരക്ഷിതമായിട്ട്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പോക്കറ്റ് മണീസൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വീട്ടുകാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളെ കൊണ്ട് പറ്റുന്നത് ആർ സി കാർ വാങ്ങാൻ മാത്രമാണ്. പിന്നെ നമ്മളെ ബഡ്ജറ്റിൽ നമുക്ക് ഇതുപോലത്തെ ആർ സി കാർ മാത്രമേ വാങ്ങാൻ പറ്റും. വണ്ടി അത്യാവശ്യം നല്ല സ്കെയിൽ ലുക്ക് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിൽ ലൈറ്റ് ഇല്ല, ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഇന്റീരിയർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും സീറ്റാണ്. ബാക്കിൽ 4 സീറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലുള്ള കണ്ണാടിക്ക് ഒരു ചെറിയൊരു വാം ടിൻ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ണാടി ഓപ്പൺ ആണ്. പിന്നെ നമുക്ക് ഈ ഓമിനിയുടെ ഡോറെല്ലാം തുറക്കാൻ പറ്റും. അടിപൊളി. സൈഡിൽ ഡോറില്ല കേട്ടോ. സൈഡിലൊന്നും ഡോറില്ല. ഈ ഫ്രണ്ടിൽ മാത്രമേ ഡോറുള്ളൂ. 1300 റുപ്യക്ക് നമുക്ക് ഇതിന് ഒരു കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല വെയിറ്റും പരിപാടികളുണ്ട്. അതിന് കണക്കായിട്ട് ക്വാളിറ്റിയിലുണ്ട്. ടയർ നോക്കുന്നതാണെങ്കിൽ റബ്ബറിന്റെ ടയർ അങ്ങനെ ഞെങ്ങൊന്നുമില്ല. നോർമലി നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ടോയ് ഗ്രേഡ് കാർസിന്റെ ഒക്കെ ടയേഴ്സ് പോലെ അത്യാവശ്യം ഹാർഡ് ആയിട്ടുള്ള ഒരു ടയർ വന്നിട്ടുണ്ട്. വണ്ടിക്ക് നല്ലൊരു അലോയ് വീലും പരിപാടികളിലുണ്ട്. പിന്നെ 2 കണ്ണാടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കണ്ണാടി റബ്ബറാണ്. ഈ റബ്ബറിന്റെ കണ്ണാടിന്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ് കഴിഞ്ഞാലും കണ്ണാടിക്കൊന്നും ആവില്ല. കാരണം അതവിടെ അമർന്ന് നിന്നോളൂ. നമ്മൾ ഈ ഹോബി ഗ്രേഡ് ആർ സി കാറും അങ്ങനെയുള്ള കാറൊക്കെ വാങ്ങിയിട്ട് അത് ഓഫ് റോഡിങ്ങിനൊക്കെ പോയിട്ട് ഇങ്ങനെ ചെരിഞ്ഞൊക്കെ വീഴുമ്പോൾ കണ്ണാടിക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ ഡാമേജ് പറ്റും. എൻ്റെ ആർ സി കാറിൻ്റെ ഒരു കണ്ണാടി ഫുള്ളായിട്ട് ഇങ്ങനെ വീണ് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാധനം റബ്ബർ ആയതുകൊണ്ട് നമ്മളതിൽ നിന്ന് എത്ര മറിഞ്ഞു വീണാലും ഈ സാധനം പൊട്ടിപ്പോയില്ല. അത് അങ്ങനെ അവിടെ നിന്നോളൂ. പിന്നെ വണ്ടീൻ്റെ കളറ് നമുക്ക് കിട്ടി ഈ വെള്ള കളറായിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ള കളറിന്റെ വലിയൊരു ഫാൻ അല്ല ഞാൻ ഈ ഓമിനി ആദ്യം കണ്ടെടുത്ത് വിചാരിച്ച ആംബുലൻസ് അങ്ങനെയാണ്. ഈ സൈഡിലുള്ള സ്റ്റിക്കറും അതുപോലെ ബാക്കിലുള്ള എഴുത്ത് അത് ഇതെല്ലാം കണ്ടെടുത്ത് ഞാൻ ഫസ്റ്റ് ആംബുലൻസ് ആണെന്ന് വിചാരിച്ച്. സംഭവം ഒരു ടാക്സിയാണ്. സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ പെട്ടിയിൽ സ്റ്റിക്കറും പരിപാടികളൊന്നുമില്ല. പെട്ടിയിൽ അങ്ങനെ വേറെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. കാറുണ്ട്, റിമോട്ട് ഉണ്ട്, അതുപോലെ ഈ കാറിലിടേണ്ട ഒരു ബാറ്ററി ഉണ്ട്. പിന്നെ ഈ കാറ് ചാർജ് ചെയ്യേണ്ട പരിപാടികളുണ്ട്. അതേസപ്പോൾ ബാക്കിൽ നമ്പർ പ്ലേറ്റും പരിപാടികളുണ്ട്. ഇത് വണ്ടിൻ്റെ പേര് USTV. ടോട്ടൽ മാസ് 2 കിലോ. 2 കിലോ ഒക്കെ ഉണ്ട്. ഒരു 1.5 കിലോ എല്ലാം ഉണ്ടാവും ചിലപ്പം. 2 കിലോ ഒന്നുമില്ല. 2 കിലോ ഒന്നും എന്തായാലും ഇല്ല. 1 കിലോ എങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇതൊരു 1/18 സ്കെയിലാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഓൾമോസ്റ്റ് ഓമിനിക്ക് വണ്ണം കുറവായതുകൊണ്ട് മനസ്സിലാവില്ല. അതുപോലെ നമ്മളെ വണ്ടീൻ്റെ പെട്ടിയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജർ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ബാറ്ററി വന്നിട്ടുണ്ട്. അത് ഈ വണ്ടീൻ്റെ ഉള്ളിലാണ് ഞാൻ ഊരി കാണിച്ചു തരാം. പിന്നെ നമ്മളൊരു റിമോട്ട്. നമ്മളെ വണ്ടീൻ്റെ പവർ ബട്ടൺ വന്നിട്ടുള്ള നേരെ താഴെട്ടാ. ഇവിടെ ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ റിമോട്ടിന് പ്രത്യേകിച്ച് ബട്ടണും കാര്യങ്ങളൊന്നുമില്ല. ഇത് തിരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഓണാവും. വണ്ടിക്ക് ഒച്ചയും പരിപാടികളും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒച്ച നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒച്ച ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ആക്സിലേറ്ററിൻ്റെ സൗണ്ടും പരിപാടികളിലുണ്ട്.
പൊതുവേ ഈ ഒരു ബഡ്ജറ്റിൽ ബാക്കിൽ ഒരു പുകേൻ്റെ സാധനമെല്ലാം വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ റിവേഴ്സിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ബസ്സും ക്രെയിനും JCB എല്ലാം റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു സൗണ്ട് വരാനല്ലേ, ആ സൗണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ആയിരിക്കും അപകടം പറ്റുമെന്ന് പേടിക്കണ്ട. വണ്ടീൻ്റെ ഇലക്ട്രോണിക്സും കാര്യങ്ങളും വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ഇതൊന്ന് ഊരി നോക്കി. നമ്മൾ ഈ നോർമലി ഉള്ള RC കാറെല്ലാം വാങ്ങുമ്പോൾ എങ്ങനെയാണോ ഉൾഭാഗം ഉണ്ടാവുക, അതുപോലെ വണ്ടി വാട്ടർ പ്രൂഫും പരിപാടികളൊന്നുമില്ല, സാധാരണ ഇലക്ട്രോണിക്സും പരിപാടികളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയാട്ടോ, നമുക്ക് വീട്ടിൻ്റെ അകത്തുനിന്നെല്ലാം ഇങ്ങനെ ഓടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. സസ്പെൻഷൻ ഇല്ല, ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഇളക്കാണ്. ബാക്കിലും ഫ്രണ്ടിലും ഒന്നും സസ്പെൻഷൻ ഇല്ല. ഈ ഫ്രണ്ടിലത്തെ ഈ ടയറിൻ്റെ ഒരു കൊള്ളി പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇത് സസ്പെൻഷൻ ഉള്ള പോലെ കളിക്കുന്നുണ്ട്. സംഭവം പൊട്ടിപ്പോയതാണ്, വണ്ടിയിലും വെക്കുമ്പോൾ മനസ്സിലാവും. ആ സൈഡ് അങ്ങ് താണു പോകുന്നുണ്ട്. ഇതിലാണ് ഇതിൻ്റെ റിമോട്ട്. അതായത് ഇതിൻ്റെ അടിഭാഗത്താണ് ഇതിൻ്റെ ബാറ്ററിയും പരിപാടികളും വരുന്നത്. ഞാൻ കാണിച്ചു തരാം ബാറ്ററി. എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഈ ബാറ്ററീൻ്റെ ട്രേ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വേണം ഊരാൻ. ഈ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോൾ ഈ സ്ക്രൂ ഇടുകയെല്ലാം വേണം. അതൊരു ചെറിയൊരു ടാസ്ക് പരിപാടിയാണ്. കാരണം എപ്പോൾ ഇത് ഇടുക. ഞാൻ ഈ വണ്ടി വാങ്ങിയ ദിവസം ചാർജ് ചെയ്തതാണ്, പിന്നെ ചാർജ് ചെയ്തില്ല, കാരണം അത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. 500 mAh ലിഥിയം അയോൺ ബാറ്ററി ആട്ടാ. 500 mAh ലിഥിയം അയോൺ ബാറ്ററി പെട്ടീൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജറും പെട്ടിയിൽ തന്നെയുണ്ട്. ഇത് നമ്മൾ അടിഭാഗത്ത് ഇങ്ങനെയായിട്ട് ഇത് നമ്മൾ അടിഭാഗത്താണ് വെക്കേണ്ടത്. ഇത് നൈസായിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. പിന്നെ ഈ ഒരു ട്രേ ഇടുക. എനിക്ക് തോന്നുന്നു 2 ബാറ്ററി വെക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഇതിൻ്റെ തന്നെ അപ്ഗ്രേഡഡ് വേർഷനായിട്ടുള്ള 2 വരുന്ന ബാറ്ററിയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഉള്ള ബാറ്ററി അത്യാവശ്യം നല്ല ബാക്കപ്പും പരിപാടിയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ റിമോട്ടിൽ വരുന്നത് സാധാ നമ്മളെ ക്ലോക്കിലിടുന്ന ബാറ്ററി ആയിട്ടാണ്. അതിന് ഊരി കാണിക്കാനൊന്നും കഴിയില്ല. ഇതാണ് പവർ ബട്ടൺ. വണ്ടീൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ടെല്ലാം ഉണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുവരെ ഏത് വണ്ടിക്കും കണ്ടിട്ടില്ല. ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ ഒരു മോഡുണ്ട് ഇതിൻ്റെ അകത്ത്. വണ്ടി താനേ ഓടിക്കൊണ്ടിരിക്കും, നമ്മളൊന്നും തൊടേണ്ട ആവശ്യമില്ല. വണ്ടി ഏടിയാന്ന് വെച്ചിട്ട് ആടുന്ന് ഓടിക്കളിക്കും. നമ്മൾ പിന്നെ റിമോട്ട് തൊടേണ്ട ആവശ്യമില്ല. വണ്ടിയിൽ വേറെ സെൻസറും പരിപാടികളൊന്നുമില്ല. ആടിയും തട്ടിയിട്ട് തിരിച്ചു വരാനൊന്നും. എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ആടെ തന്നെ നിൽക്കും. ഇതേട്ടെ, ഞാൻ റിമോട്ട് തുറന്നില്ല, പിടിച്ചില്ലെങ്കിൽ താഴെ കിടക്കും കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ത്രോട്ടിൽ കൊടുക്കും മാത്രം കത്തുന്ന ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. അടിപൊളി, അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഞാൻ ഈ ഒരു വണ്ടി വാങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഹോബി ഗ്രേഡിലേക്ക് മാറ്റാൻ വേണ്ടി പോകാമെന്ന്. ഇതിൻ്റെ അത് നമ്മളെ പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ്, ത്രോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഈ ബോഡിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അത്യാവശ്യം ഓഫ് റോഡ് പോകാൻ പറ്റിയ ഒരു കിടിലൻ സെറ്റപ്പിലേക്ക് മാറ്റാനാണ് എൻ്റെ പ്ലാൻ. അതിനുവേണ്ടി മാത്രമാണ് ഇത് വാങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ടോയ് ഗ്രേഡ് വണ്ടികൾ വാങ്ങാറില്ല. കാരണം നമ്മൾ ഈ ഹോബി ഗ്രേഡ് കാറെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ടോയ് ഗ്രേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മടിയുണ്ടാവും. കാരണം മറ്റേൻ്റെ അകത്ത് കിട്ടുന്ന ഒരു ഫീല് ഇതിൽ കിട്ടൂല. നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FMSന്റെ LC ആയിട്ട് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു രണ്ടും ഓൾമോസ്റ്റ് സെയിം സ്കെയിലാണ്. ഇത് ഒരു 1/18 സ്കെയിലുള്ള വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫുള്ളി ഹോബി ഗ്രേഡാണ്, ഇത് ടോയ് ഗ്രേഡ്. ഇതിന് ഈ ഒരു വണ്ടീനെ നമ്മൾ പക്ക ഒരു ഓഫ് റോഡ് ഹോബി ട്രക്കിലേക്ക് മാറ്റാൻ വേണ്ടി പോകാമെന്ന്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാനിങ്ങനെ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർ എന്തിനാണ് ഈ കിഡ്നാപ്പിനും അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം യൂസ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വേറെ കാർ ഉപയോഗിച്ചൂടെ, മരുതിൻ്റെ തന്നെ ആൾട്ടോ അതുപോലെ വണ്ടിയൊക്കെ ഉപയോഗിച്ചൂടെ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡും പോയിട്ട് അത്യാവശ്യം ഈ കുണുക്കും അതിലോട്ട് എല്ലാം പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഈ സൈഡ് ഡോറില്ലേ, ഇത് ഇങ്ങനെ പുറത്തേക്ക്, സത്യം പറഞ്ഞാൽ ഈ സൈഡ് ഡോർ ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളെ വലിച്ച് അകത്തേക്ക് ഇടാൻ എളുപ്പമാണ്. ഡോർ ഇങ്ങനെയാണ് തുറക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ സ്ഥലമുള്ളൂ. ആ ഒരു ഡിസ്റ്റൻസിലോട്ട് ആളെ വലിച്ച് ഉള്ളിലിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്താകുമ്പം 2 സൈഡിൽ നിന്ന് ഓരോ ആക്കിയിരുന്ന് വലിച്ചിങ് അകത്തേക്ക് ഇടാനുള്ള പരിപാടിയുള്ളൂ. പിന്നെ നമുക്ക് ഈ ഡോറെല്ലാം തുറക്കാൻ എളുപ്പമല്ലേ, സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന ഡോർ തുറക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഡോറിനെക്കാട്ടും 1300 ഈ ഒരു ബഡ്ജറ്റിൽ നമുക്കിങ്ങനെ എന്താ പറയുക ഷോക്കേസിലൊക്കെ വെക്കാനും അതുപോലെ ഡൈകാസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്ത് വെക്കാനും പിന്നെ നമുക്ക് RC കാറായിട്ടൊക്കെ ഓടിച്ച് നടക്കാൻ പറ്റിയൊരു വണ്ടിയായിട്ട് എനിക്കിത് ഫീൽ ചെയ്ത്. ക്രൗൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഭയങ്കര ഒരു സ്പീഡ് പോകുന്ന കാറല്ല. പക്ഷേങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇപ്പോൾ റൂമിൽ നിന്നൊക്കെ ഓടിച്ച് കളിക്കാനും അതുപോലെ പിള്ളേർക്കൊക്കെ വാങ്ങിക്കൊടുക്കാനും അങ്ങനെയൊക്കെ ഒരു പറ്റിയ വണ്ടിയാണ്.
നമുക്കിത് ഹോബി ഗ്രേഡ് കാറുകളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം 1200 ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു കിടിലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡൈകാസ്റ്റ് ടൈപ്പ് ഓഫ് ഓമിനി, അത്രയും ഈ വണ്ടീനെ പറ്റി പറയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വണ്ടീനെ പറ്റി പറയാനായിട്ട്. വേറെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും പറയാനില്ല. ഓക്കെ ബൈ.